ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മോടുള്ള ആഴമേറിയ പ്രബോധനങ്ങൾക്കകത്ത് ഒരു പ്രബോധനം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ സൽപ്രവർത്തികൾ വെളിപ്പെടുത്തുന്നവരായി തീരണം എന്നുള്ള ചിന്ത കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യേശു കർത്താവ് വളരെ കൃത്യമായി പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതെല്ലാം നന്മ പ്രവൃത്തികളാണ്, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന പ്രവൃത്തികളാണ്. എന്നാൽ നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിമിത്തമാണ് എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതയാത്രയിൽ മുഴുവനും ചെയ്തിട്ടുള്ളതും സൽപ്രവൃത്തികളാണെന്നും, എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിൽ നന്നാൾ ആവുവോളം മറ്റുള്ളവരെ സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള തുനിയുന്നവരായി തീരണം, അതിന് ഉത്സാഹിക്കുന്നവരായി തീരണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കൂടിയാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും തീമോത്തേസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും തീമോത്തേസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം അനുവർത്തിക്കേണ്ടതിനും നാം സ്വീകരിക്കേണ്ടതുമായ മറ്റുള്ളവർക്ക് നമ്മാൽ ആവോളം നന്മ ചെയ്യുന്നവരായി സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി തീരണമെന്നുള്ളതായ ആഴമേറിയ പ്രസ്താവന തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ കടന്നു പോകുമ്പോൾ 9-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 36-ാം വാക്യത്തിൽ നാം കടന്നു പോകുമ്പോൾ, യോപ്പേൽ പേടമാൻ എന്ന് അർത്ഥമുള്ള തബീത എന്ന് പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനം. അവളുടെ മരണവുമായി ബന്ധപ്പെട്ട അവളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വാക്കുകളാണ് ഈ വാക്യത്തിനകത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അവളെ ഓർത്ത് വിലപിക്കുമ്പോൾ, അവളെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ, അവളെ അടുത്തറിയുന്ന ആളുകൾ പറയുകയാണ്, അവളുടെ ജീവിതകാലം മുഴുവനും അവൾ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളാണ് എന്ന പദമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് യേശുക്രിസ്തു സൽപ്രവർത്തികൾ ചെയ്തു എന്നും, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് മറ്റുള്ളവർക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന അതിനുവേണ്ടി സാധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് തബീതയെ പോലുള്ള ആളുകൾ മറ്റുള്ളവർ ഓർക്കുവാൻ ഇടയായിത്തീരുമെന്നും, നാം സൽപ്രവർത്തികൾ ചെയ്തു എങ്കിൽ മറ്റുള്ളവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമ്മെ ഓർക്കുകയും ചെയ്യുമെന്ന് സന്ദേശം കൂടിയാണ്. ആകയാൽ നമുക്ക് നമ്മയാൽ ആവോളം സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഉത്സാഹിക്കുകയും അത് ചെയ്യുകയും ചെയ്തുകൊണ്ട് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവ്വകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശു കർത്താവ് ഞങ്ങളെ വിളിച്ചതുപോലെ, ഞങ്ങൾ കാണിച്ചതുപോലെ ഞങ്ങളും സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ തബീത അവളുടെ ജീവിതകാലത്ത് സൽപ്രവൃത്തികൾ ചെയ്ത് ധർമ്മങ്ങളും ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സാധിക്കണമേ. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ വളരെ കരുണ ഞങ്ങളോട് കൃപ തോന്നണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.